ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു മന്ത്രവാദി തന്റെ ശിഷ്യനെ പഠിപ്പിക്കുക, മന്ത്രം പഠിപ്പിക്കുക. അവസാനം ആ മനുഷ്യൻ എങ്ങനെയാണ് പറഞ്ഞത്, പിന്നെ ഞാൻ ഇത്രയും വർഷം പഠിപ്പിച്ച ഈ മന്ത്രം ഉണ്ടല്ലോ, ഈ കൂടോത്രം ഉണ്ടല്ലോ, ആർക്കിട്ട് വേണമെങ്കിലും പണിയാം, ഫലിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്കിട്ട് പണിയല്ലേ. വെബ് സ്ട്രീമിലാ ഞാൻ പറയുന്നത്, കേൾക്കട്ടെ, കേൾക്കേണ്ടവന്മാരെല്ലാം കേൾക്കട്ടെ. കൂടോത്രം ഫലിക്കാത്ത ഒരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഫലിക്കയില്ല, ഫലിച്ചിട്ടില്ല, ഫലിക്കയില്ല, ഫലിച്ചിട്ടില്ല, ഫലിക്കയില്ല. ഉപദേശിയല്ല പറഞ്ഞ, പാസ്റ്ററല്ല പറഞ്ഞ, പ്രവാചകനല്ല പറഞ്ഞ, വിശ്വാസിയല്ല, മന്ത്രവാദി പറഞ്ഞു. ചീഫ് മന്ത്രവാദി. ഇത് ഫലിക്കത്തില്ലെന്ന് മാത്രമല്ല, 7 മടങ്ങ് നിന്റെ മേൽ തിരിച്ചടിക്കും. In the name of Jesus. ഈ വചനം ഞാൻ റിലീസ് ചെയ്യാം. ഈ വചനം പറഞ്ഞിട്ട് ഞാൻ പോകും. പക്ഷെ നിന്നിൽ നിന്നും, നിന്റെ വീട്ടിൽ നിന്നും, നിന്റെ കരിയറിൽ നിന്നും ഈ വചനം പോകത്തില്ല, തിരിച്ചടിക്കും. ഒന്നര വസ്ത്രേ ആർക്കും ഈ കൂടോത്രമൊന്നും ഏൽക്കൂല. കാരണം ഈ സാത്താനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇബ്ലീസിനെ വെച്ചിട്ടൊക്കെയാണ് കൂടോത്രം എന്ന് ഇവർ പറയുന്നത്. അങ്ങനത്തെ സാധനമൊന്നുമില്ല. മനുഷ്യന്മാരുണ്ടാക്കിയ കഥകളുടെ കഥാപാത്രമാണ് ഈ സാത്താനും ഇബ്ലീസ് എന്ന സാധനങ്ങളൊക്കെ. ചില മതങ്ങളിൽ സാത്താൻ എന്ന് പറയും, ചില മതങ്ങളിൽ ഇബ്ലീസ് എന്ന് പറയും. അല്ലാതെ ഈ ഇബ്ലീസും ഇല്ല, സാത്താനും ഇല്ല, ഒരു മണ്ണാങ്കട്ടി ഇല്ല. ഇതൊന്നും നിങ്ങൾക്ക് ആരും കൂടോത്രം ചെയ്തൊരു ഒലക്കും ചെയ്യാൻ കഴിയില്ല. ഇത് ചെയ്യണോണ്ട് ഇപ്പോൾ കൂടോത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്താ പറയുക, കുറേ ക്യാഷ് കിട്ടുമെന്നല്ലാതെ ഒരു നിലക്കും ഒരാൾക്കും ഒരു കൂടോത്രം ഇവിടെ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല. ഇതൊക്കെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലിങ്ങനെ തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതുമാതിരി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രേതമായിട്ട് വരുന്നൊക്കെയാണ് പറയുന്നത്. ഒരാൾ ചത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ കോഴി ആടും ചാവുന്ന മാതിരി തന്നെ അയാൾ പിന്നെ രണ്ടാമത് വെള്ള സാരി എടുത്ത് വരുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ സിനിമകളിലൊക്കെ ഓരോ ഹൊറർ ഫിലിമിന് വേണ്ടി ഉണ്ടാക്കുക എന്നല്ലാതെ ഈ ദൈവം, പിശാചി, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഈ ഭൂമിയിൽ ഇല്ല. മനുഷ്യന് ഒരു ലൈഫുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അടുത്ത ഭൂമിയിലുള്ള ജീവജാലങ്ങൾ ജീവിക്കും. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് ആ ഭൂമിക്ക് വളമായി എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ കൂടോത്രം മറ്റ് സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് ഈ ഭക്തന്മാരെ എന്താ പറയുക, അത് ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ നിലപാട്.